നിങ്ങളിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്യേണ്ട സമയമായി. നമസ്കാരം സുഹൃത്തുക്കളെ, എംപവർ യു ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം മനസ്സിലാകാതെ ഉണ്ടാകുന്ന വിഷമങ്ങൾ, ദുഃഖങ്ങൾ, നെഗറ്റീവ് ചിന്തകൾ, ഇതെല്ലാം തന്നെ നെഗറ്റീവ് എനർജിയുടെ ഫലമായിട്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്താണ് നെഗറ്റീവ് എനർജി എന്നല്ലേ? നെഗറ്റീവ് എനർജി എന്നത് നമ്മളെ താഴേക്ക് വലിക്കുന്ന ഒരു മനോഭാവമാണ്. നമ്മുടെ ചിന്തകളിലും പരിസരങ്ങളിലും ചില ആളുകളിലും ഇതുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ, എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്നത്, ചില സ്ഥലങ്ങളിൽ പോയാൽ അസ്വസ്ഥത ഉണ്ടാവുന്നത്, ചില ആളുകളോട് സംസാരിച്ചാൽ എനർജി ഡ്രെയിൻ ആവുന്നത്, ഇവയെല്ലാം തന്നെ നെഗറ്റീവ് എനർജിയുടെ സിഗ്നലുകളാണ്. ഇനി നെഗറ്റീവ് എനർജിയുടെ പ്രധാനപ്പെട്ട സൈനുകൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഏതാണെന്ന് നോക്കാം. അനാവശ്യമായിട്ട് ദേഷ്യം വരാം, എല്ലായ്പ്പോഴും ടയേർഡായിട്ട് ഫീൽ ചെയ്യുക, കോൺസെൻട്രേഷൻ കുറയുന്നു, അതുപോലെ തന്നെ ഉറക്കം ശരിയാവുന്നില്ല, നെഗറ്റീവ് തോട്ടുകൾ മാത്രം മൈൻഡിലൂടെ പോകുന്നു. ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് എന്നർത്ഥം. ദ പവർഫുൾ ടെക്നിക്സ് ഓഫ് മൈൻഡ് ക്ലെൻസിങ്. എങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡ് ക്ലെൻസ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ മനസ്സാണ് പ്രധാന സോഴ്സ്. ദിവസവും 5 മിനിറ്റ് കണ്ണടച്ച് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. പോസിറ്റീവ് അഫർമേഷൻസ് പറയുക. ഞാൻ സന്തോഷവാനാണ്, ഞാൻ ശക്തനാണ്. ഇത് നിങ്ങളുടെ എനർജിയെ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റും. ഇനി സ്പേസ് ക്ലെൻസിങ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ വീട്ടിലും എനർജി ഉണ്ടാവുന്നു. വീട് ക്ലീൻ ആക്കി വെക്കുക, ഫ്രഷ് എയർ വരാൻ വിൻഡോസ് തുറന്നു വെക്കുക, ദീപം കത്തിക്കുക, അല്ലെങ്കിൽ ചന്ദനത്തിരികൾ ഉപയോഗിക്കുക. പോസിറ്റീവ് വൈബ്സ് നാച്ചുറലായിട്ട് വരും. ദെൻ അവോയ്ഡ് ടോക്സിക് പീപ്പിൾ. എല്ലാവരും നല്ല എനർജി തരുന്ന ആൾക്കാരല്ല നമ്മുടെ ചുറ്റുമുള്ളത്. നിങ്ങളെ ഡൗൺ ആക്കുന്ന ആളുകളിൽ നിന്ന് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ആളുകളോടൊപ്പം സമയം ചെലവിടുകയും ചെയ്യണം. നിങ്ങളുടെ ലൈഫ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തത് നേച്ചർ കണക്ഷനാണ്. പ്രകൃതി നമ്മുടെ ഏറ്റവും വലിയ ഹീലറാണ്. രാവിലെ തന്നെ സൂര്യപ്രകാശം കൊള്ളുന്നതും ചെടികളോടൊപ്പം സമയം ചെലവിടുന്നതും, അതുപോലെ തന്നെ ബെയർഫൂട്ടായിട്ട് നടക്കുക, അതായത് നഗ്നപാതമായിട്ട് നടക്കുക, ചെരുപ്പിടാതെ തന്നെ പ്രകൃതിയിലൂടെ നടക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നെഗറ്റീവ് എനർജിയെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ്. നിങ്ങൾക്കുള്ളതിനെക്കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ദിവസവും 3 കാര്യങ്ങൾ എഴുതുക. ഇന്ന് ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. ഇത് നിങ്ങളുടെ വൈബ്രേഷൻ ലെവലിനെ ഉയർത്തും. നെഗറ്റീവ് എനർജി നമ്മുടെ ഒരു ശത്രുവല്ല, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയും. നിങ്ങളുടെ ചിന്തകളും സറൗണ്ടിങ്സും മാറുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതം തന്നെ മാറും. നിങ്ങളിത് ഓർക്കുക, പോസിറ്റീവ് മൈൻഡാണ് പോസിറ്റീവ് ലൈഫ്. നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവ് ആകുമ്പോൾ നിങ്ങളുടെ ലൈഫും പോസിറ്റീവായി മാറുന്നു. ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എംപവർ യു.